Recording in progress. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് AWSൻ്റെ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലൗഡിൻ്റെ കുറേ ബെനിഫിറ്റ്സുകളെ പറ്റി 6 ബെനിഫിറ്റ്സ് ബേസിക്കലി നമ്മൾ പഠിച്ചു. അതിൽ വൺ ഓഫ് ദ മേജർ ബെനിഫിറ്റ്സ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി റിലയബിൾ, എനി ടൈം യു വിൽ ബി ഏബിൾ ടു HLT എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞ ഫ്യൂർ ഗൈസ് റിമെമ്പർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗോ ഫ്രം ലോക്കൽ ടു ഗ്ലോബൽ ഇൻ ഫ്യൂ മിനിറ്റ്സ്, റൈറ്റ്? അതായത് ഞാൻ കേരളത്തിലൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അതെനിക്ക് എക്സ്പാൻഡ് ചെയ്യണം, US UK ഇവിടെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഐ ക്യാൻ ഡു ദാറ്റ് ലിറ്ററലി ഇൻ ഫ്യൂ മിനിറ്റ്സ്. അതാണ് ക്ലൗഡിൻ്റെ ഗ്ലോബൽ എബിലിറ്റി, ഓൾസോ വാട്ട് വി കോൾ ആസ് HLT. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് AWSൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രോസ് ദ ഗ്ലോബ്, ലെറ്റ്സ് സേ ദിസ് ഈസ് ദ ഗ്ലോബ്, അക്രോസ് ദ ഗ്ലോബ് AWS ഹാസ് ഡാറ്റാ സെൻറ്റേഴ്സ്. ഓക്കെ, ലെറ്റ്സ് സേ ഇത് വേറെ രീതിയിൽ കാണിക്കാം. ഇപ്പം ലെറ്റ്സ് സേ ഇഫ് ഇറ്റ് ഈസ് ഇന്ത്യയിൽ ഒരു ഒന്നിൽ കൂടുതൽ ഡാറ്റാ സെൻറ്റേഴ്സുകളുണ്ട്. ലെറ്റ്സ് സേ ഇറ്റ് ഈസ് USA അഗെയിൻ ദർ ഇസ് ഡാറ്റാ സെൻറ്റർ. ലെറ്റ്സ് സേ ഇന്ത്യയിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലോട്ട് പോകണം. സോ മിഡിൽ ഈസ്റ്റിൽ അവിടെ ഒരു ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ വേൾഡ് വൈഡായിട്ട് ഡാറ്റാ സെൻറ്റേഴ്സുകൾ ഈ AWS ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സേ any part of the globe you go, there will be a data center, right? So let's say I am here in some part of the world and I wanted to start a business. So this is my business. I can connect or put all my resources in this particular data center which is more closer to me. എന്തുകൊണ്ടാണ് ക്ലോസർ ടു മീ യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ്സിൻ്റെ യൂസേഴ്സ് ഉള്ളത് ഈ ഏരിയസിലാണ് എൻ്റെ യൂസേഴ്സ് ഉള്ളത്. ഓക്കെ, ഈ യൂസേഴ്സ് എവിടെയാണുള്ളത്, അപ്പോൾ അവർക്ക് നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഫാസ്റ്റായിട്ട് റീച്ച് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പോലെ ദേ ഹാവ് ടു ഹാവ് ദി ഡാറ്റാ സെൻറ്റർ ക്ലോസർ ടു ദെയർ പ്ലേസ്. നൗ ലെറ്റ്സ് സേ ഐ എം ഹാവിങ് സം യൂസേഴ്സ് ഹിയർ, വേറൊരു പാർട്ട് ഓഫ് ദ വേൾഡിൽ. ആ യൂസേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാണ്ട് ടു സ്പിൻ അപ്പ് മൈ സെയിം സർവീസ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഡാറ്റാ സെൻറ്റർ വിച്ച് ഇസ് ക്ലോസർ ടു ദാറ്റ് റീജിയൻ ഓഫ് യൂസേഴ്സ് ഹു ആർ മൈ കസ്റ്റമേഴ്സ്. അപ്പോൾ എവിടെയും ഈ പറയുന്നത് പോലെ എന്താ പറയുക, ഗ്ലോബലായിട്ട് പല സ്ഥലങ്ങളിൽ, ആൻഡ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ എവിടേക്കാണ് AWSലെ ഡാറ്റാ സെൻറ്റേഴ്സ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കാണാം. പക്ഷേ അത് കാണുന്നതിന് മുമ്പിൽ ചില ടേംസ് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. അതിലൊരു മേജർ ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ പറ്റും AWS Region. നമ്മളൊരു കൺസോൾ ഉണ്ടാക്കിയിട്ട് ഇത് കാണും. അതുപോലെ അനദർ തിങ് ഈസ് AWS അവൈലബിലിറ്റി സോൺ, ഓർ AZ എന്നും പറയും. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AWS ഒരു ഡാറ്റാ സെൻറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്പെസിഫിക് റീജിയൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ് വിൽ ബി ലൈക്ക് അതിൻ്റെ ടെർമിനോളജി US ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ടാവും, US വെസ്റ്റ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ടാവും, ഏഷ്യയിലും അതുപോലെ തന്നെ റീജിയൻ ഉണ്ടാവും. അപ്പോൾ ഈ റീജിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് റീജിയൻ, ദ ലിറ്ററൽ മീനിങ് ഓഫ് റീജിയൻ, ഈ റീജിയനിലാണ് നേരത്തെ ഈ ഗ്ലോബിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, പറയുന്നത് ഇവിടെയാണ് എൻ്റെ സർവീസ് ഉള്ളത്, ഇവിടെയാണ് എൻ്റെ യൂസേഴ്സ് ഉള്ളത്. സോ ഐ വാണ്ട് മൈ ഡാറ്റ ആൻഡ് ഡാറ്റാ സെൻറ്റർ ടു ബി ഇൻ ദിസ് പെർട്ടിക്കുലർ റീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതാണ് റീജിയൻ. സോ എന്താണ് ഈ അവൈലബിലിറ്റി സോൺ? അവൈലബിലിറ്റി സോൺ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എവരി ഡാറ്റാ സെൻറ്റർ, നിങ്ങൾക്ക് ഡാറ്റാ സെൻറ്റർ ഡിസൈനുമായിട്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടോ വായിച്ചിട്ടോ ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ദർ ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് വിച്ച് ഈസ് ഹൈ അവൈലബിലിറ്റി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർ ഇൻ ഷോർട്ട് ഫോം HA എന്നും പറയും. ഹൈ അവൈലബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഇതാണ് ഒരു AWS റീജിയൻ. ലെറ്റ്സ് സേ ഇറ്റ് ഈസ് US ഈസ്റ്റ് എന്ന് പറയുന്ന റീജിയൻ, ഈസ്റ്റ് 1 എന്ന് പറയുന്ന റീജിയൻ ഉണ്ടെന്ന് വെച്ചാൽ ആ റീജിയനിൽ ഒരു ഡാറ്റാ സെൻറ്റർ ഉണ്ട്. ഓക്കെ, ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിനകത്ത് കുറേ സർവീസ്, ദാറ്റ്സ് ഇൻ സിമ്പിൾ ടൺ വാട്ട് ഈസ് എ ഡാറ്റാ സെൻറ്റർ. നൗ വാട്ട് ഹാപ്പൻസ്, ദർ വാസ് എ ഒരു അൺഫോർസീൻ ഇൻസിഡൻസ് ഉണ്ടായി, ലൈക്ക് ഒരു സുനാമി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പവർ ഔട്ടേജ് ഉണ്ടായി. കാരണം ഒരു ഡാറ്റാ സെൻറ്റർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്ങിനകത്ത്
കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ വേണം, കറക്റ്റായിട്ടുള്ള പവർ സപ്ലൈസ് വേണം, കറക്റ്റായിട്ടുള്ള കേബിളിങ് വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു ഡാറ്റാ സെൻറ്റർ വർക്കാവുള്ളൂ. സോ വാട്ട് ഹാപ്പൻസ്, ലെറ്റ്സ് സേ ഇൻ ദിസ് റീജിയൻ കോൾഡ് AWS ഈസ്റ്റ് 1, ഒരു ഡാറ്റാ സെൻറ്റർ മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഫിസിക്കലി. ഒരു ബിൽഡിങ്ങിനകത്താണ് എല്ലാ ഡിവൈസുകളും ഉണ്ടായിരുന്നത്. പക്ഷേ ഫോർ സം റീസൺ ഒരു സുനാമി അടിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സംതിങ് ലൈക്ക് ടോർണാഡോ വന്നു, എന്നിട്ട് ഡാറ്റാ സെൻറ്ററിൻ്റെ പവർ സപ്ലൈ പോയി. സോ വാട്ട് എവർ റീസൺസ്, റൈറ്റ്, ലൈക്ക് ടെക്സസിൽ ഒരു സമയത്ത് ഒരുപാട് കുറേ 2-3 ദിവസങ്ങളിലേക്ക് കറണ്ട് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അൺഫോർസീൻ ഇൻസിഡൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു അൺഫോർസീൻ ഇൻസിഡൻസ് ഉണ്ടാവുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, അപ്പോൾ ഈ ഡാറ്റാ സെൻറ്റർ, ഈ ഒരു ഡാറ്റാ സെൻറ്റർ മാത്രമാണ് അതിൽ റിലേ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഡാറ്റാ സെൻറ്റർ എപ്പോൾ പോകുന്നു അപ്പോൾ എല്ലാ സർവീസുകളും, എൻ്റെ ബിസിനസ്സും എല്ലാം കംപ്ലീറ്റ്ലി ഡൗൺ ആവും. എൻ്റെ യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. മൈ സർവീസ് ഈസ് ടോട്ടലി ഡൗൺ ആൻഡ് ഇറ്റ് മേ സ്പാൻ ഫോർ മെനി ഡേയ്സ് ഓൾസോ. ഡേയ്സിൻ്റെ ആവശ്യമില്ല. എഗെയിൻ ദർ ഈസ് എ സ്റ്റഡി വിച്ച് ആക്ച്വലി സേസ് കുറച്ച് മിനിറ്റുകൾ മാത്രം ഡൗൺ ആവുന്ന സമയത്ത് millions of dollars ആണ്, ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഇൻഡസ്ട്രിയിൽ. ഫിനാൻസ് ഇൻഡസ്ട്രീസൊക്കെ ആണെങ്കിൽ billions of dollars മേ ബി ലോസ്. സോ ഈ സർവീസുകൾ അവൈലബിൾ ആയി നിൽക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർവീസുകൾ അവൈലബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ ഡാറ്റാ സെൻറ്റർ അവൈലബിൾ ആയിട്ട് നിൽക്കണം. അപ്പോൾ ഈ AWSൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റീജിയനകത്ത് one region has many അവൈലബിലിറ്റി സോൺ. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ 3 or more ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാകും. ഓക്കെ, ഈ 3 or more ഓരോ ഡാറ്റാ സെൻറ്ററിനെയാണ് നമ്മൾ അവൈലബിലിറ്റി സോൺ എന്ന് വിളിക്കുന്നത്. AZ1, AZ2, AZ3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, again there is automation and virtualization coming a big part in this one. What it does is, നമ്മൾക്ക് ഈ ഡിഫറെൻറ്റ് ഡാറ്റാ സെൻറ്റേഴ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ റീജിയൻ എന്ന് പറയുന്ന സാധനം മാത്രമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ലാബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നതൊക്കെ നമ്മൾ റീജിയൻ സെലക്ട് ചെയ്ത് ആ റീജിയനകത്താണ് നമ്മളൊരു സർവീസ് എനേബിൾ ചെയ്യുന്നത്. പക്ഷേ ആ സർവീസ് എനേബിൾ ചെയ്യുന്ന സമയത്ത് AWS ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സർവീസിന് ഇപ്പം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ സർവീസ് ഒരു ഡാറ്റാ സെൻറ്ററിൽ മാത്രമല്ല. ലെറ്റ്സ് സേ ഇവിടെയാണ് നമ്മൾ സർവീസ് റൺ ചെയ്യുന്നത് വെച്ചു. ഈ സർവീസുകൾ പല ആ സർവീസിന് വേണ്ട റിസോഴ്സുകൾ, അതായത് ആപ്ലിക്കേഷൻ, ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ഡാറ്റാബേസ്, വാട്ട് എവർ ഇറ്റ് റിക്വയർസ്, ഇറ്റ് വിൽ ഗെറ്റ് റെപ്ലിക്കേറ്റഡ് അക്രോസ് മൾട്ടിപ്പിൾ ഡാറ്റാ സെൻറ്റേഴ്സ്. അത് ജോഗ്രഫിക്കലി ഡിഫറെൻറ്റ് സ്ഥലത്തായിരിക്കില്ല. നമ്മൾ US ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈസ്റ്റിലുള്ള ചില വളരെ അടുത്തല്ലാത്ത കുറച്ച് ദൂരമുള്ള ഡാറ്റാ സെൻറ്റേഴ്സുകൾ ഒരുമിച്ച് വെച്ചിട്ട് അതിനെ ഒരു റീജിയൻ, US ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു റീജിയനാക്കി മാറ്റും. അപ്പോൾ ഈ അവൈലബിലിറ്റി സോൺ എന്ന് പറയുന്നത് individual data centers on which our service that we actually spin on the AWS gets replicated across multiple data centers. ആ ഓരോ ഡാറ്റാ സെൻറ്റേഴ്സിനെയാണ് നമ്മൾ അവൈലബിലിറ്റി സോൺ എന്ന് പറയുന്നത്. ഇനി ഈ അവൈലബിലിറ്റി സോണൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു റീജിയൻ നമുക്ക് കിട്ടുന്നത്. ആൻഡ് വെൻ വി യൂസ് ദ സർവീസ്, വി വിൽ സേ ഐ വാണ്ട് ദിസ് സർവീസ് ഇൻ ദിസ് പെർട്ടിക്കുലർ റീജിയൻ, and AWS internally takes care using automation and mostly virtualization and other tools. It replicates our service across all these availability zone, so that when one of the data center is down, our service can still work, because the same service is replicated in data center 2 and 3. അപ്പോൾ ഇതാണ് അവൈലബിലിറ്റി സോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ്, റീജിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. നമുക്ക് ഒരു ലാബിൽ പോയിട്ട്, അല്ലെങ്കിൽ ഒരു ആമസോണിൻ്റെ തന്നെ ഒരു UI ഉണ്ട്, വേർ യു വിൽ ബി ഏബിൾ ടു സീ ഓൾ ദി റീജിയൻസ് ആൻഡ് ഓൾ ദി അവൈലബിലിറ്റി സോൺ സ്പെസിഫിക്കലി കാണാൻ പറ്റും. അല്ല, റീജിയൻസ് കാണാൻ പറ്റും എവിടേക്കാണ് അവൈലബിൾ എന്നുള്ളത്. സോ ജസ്റ്റ് ടു സം അപ്പ്, നമ്മളിപ്പോൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 കാര്യങ്ങൾ: AWS region ആൻഡ് അവൈലബിലിറ്റി സോൺ. റീജിയൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് റീജിയൻ, അതായത് US ഈസ്റ്റ് ഓർ US വെസ്റ്റ് ഓർ US നോർത്ത്, വാട്ട് എവർ ഇസ് എൻ എക്സാമ്പിൾ. ആ റീജിയനകത്ത് ഹാസ് മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോൺ. ആൻഡ് വൈ യു വാണ്ട് മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോൺ? Multiple availability zone is needed for high availability, because when one data center goes down, and each availability zone you can equate to one data center. When one data center goes down, my service is still available in other data centers
which is in the same AWS region. Hope this is helpful.